ഇത് കഞ്ഞിവെള്ളമാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. ഇപ്പോൾ രാവിലെ സൺഡേ ഒക്കെ ആയിട്ട് രാവിലെ ഉറങ്ങാമെന്നൊക്കെ ഓർത്തു, പക്ഷെ ഉറങ്ങാൻ പറ്റിയില്ല. അതുകൊണ്ട് പതുക്കെ രാവിലേക്ക് എണീറ്റിരുന്ന ഒരു ചായ കുടിക്കുക കേട്ടോ. നമ്മുടെ ടോയ്ലറ്റിലെ ഈ ഹാൻഡ് ഷവറിന് അത്ര പ്രഷറില്ല, അപ്പം അതൊന്ന് പോയി മാറണം. ഇവിടുത്തെ ഏതെങ്കിലും ട്യൂബോ ലൈറ്റോ വല്ലതും കംപ്ലൈൻറ്റ് ഉണ്ടോ അമ്മേ? ട്യൂബ് മാറണം. ഇങ്ങോട്ട് ഇങ്ങോട്ട് എന്നാ വേണ്ടേ? കഴിഞ്ഞ ദിവസം നമ്മുടെ സ്വിഫ്റ്റിന്റെ റിമോട്ടിന്റെ ബാറ്ററി നമ്മൾ മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അയർ കാണിക്കുന്നില്ല MID-യിൽ. അമ്മ ഓടിച്ച് കഴിയുമ്പോഴത്തേക്ക് സീറ്റൊക്കെ പൊക്കി വെക്കും കേട്ടോ. നമ്മളിവിടെ 12-ാം മൈലിലുള്ള ഒരു കടയിലാട്ടോ പോകുന്നത്. അവർ മാത്രമേ സൺഡേ തുറന്നിരിക്കുള്ളൂ, അപ്പോളോ എന്ന് പറഞ്ഞിട്ട്. പോകുന്ന വഴിക്ക് നമ്മുടെ രാജേശ്വരൻ്റെ കടയിൽ കയറി കേട്ടോ. 20 മുട്ടയും 1 കിലോ പഴവും മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഇരിക്കുന്ന കേട്ടോ കട. ഹാൻഡ് ഷവർ വേണം ടോയ്ലറ്റ് വെക്കുന്നത്. സാധനമൊക്കെ കിട്ടി. ആകെ 500 രൂപ ആയിട്ടുള്ളൂ കേട്ടോ. ഇറങ്ങാൻ നേരത്തെ അമ്മ പറഞ്ഞായിരുന്നു വണ്ടിക്ക് എത്തിച്ചിട്ട് പെട്രോൾ അടിച്ചിടണം. അപ്പോൾ നമുക്ക് വീട്ടിൽ ഇച്ചിരി ഒരു 10 ലിറ്റർ പെട്രോൾ ഒഴിച്ചിട്ട് വീട്ടിലോട്ട് പോവാം. ഇപ്പോൾ ഇരിക്കുന്ന ഷവറിന് ഇത്രയേ ഉള്ളൂ കേട്ടോ പ്രഷർ. ഇനി അതിൻ്റെ ഫിറ്റിംഗ് ഒന്ന് സ്പീഡിൽ കണ്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ ത്രെഡ് ഉള്ളതുകൊണ്ട് ഇടാൻ പറ്റുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ഷവറിൻ്റെ അവിടുത്തെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ഇട്ടു. അങ്ങനെ അത് സെറ്റായി. കാണുമ്പോൾ തന്നെ അങ്ങോട്ട് മറിഞ്ഞ് കിടക്കുകയാണോ? അതുപോലെ നമ്മുടെ വീട്ടിലെ LED ട്യൂബിനും ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ. പകുതിയേ കത്തുന്നുള്ളൂ. അപ്പോൾ അത് നമ്മളൊന്ന് റീപ്ലേസ് ചെയ്യാം കേട്ടോ. പെട്ടി ഫുള്ളായിട്ട് കൊണ്ടുപോകാം. ഇനി അച്ചുചേട്ടൻ്റെ വീട്ടിൽ ചെറിയൊരു ഫോട്ടോ തൂക്കാനുള്ള പരിപാടിയുണ്ട്. ഞാൻ തന്നെ വെക്കാനാണ് നോക്കി. അപ്പോൾ ലെവലും പിടിക്കാനും ഫോട്ടോ എടുക്കാനും പറ്റുന്നില്ല. പിന്നെ അമ്മയെ സഹായത്തിന് വിളിച്ചു. ഞാൻ ലെവലൊക്കെ നോക്കി വേണ്ട മാർക്കൊക്കെ ചെയ്ത് 2 ലിറ്ററിലടിച്ചു കേട്ടോ. പിന്നെ തുണിയൊക്കെ കൊണ്ട് വാഷിംഗ് മെഷീൻ ഇട്ടോ. എല്ലാം നിറഞ്ഞിരിക്കുകയായിരുന്നു. രാവിലത്തെ അത്യാവശ്യം പണിയൊക്കെ കഴിഞ്ഞു. ചെറിയൊരു മഴ മൂടലൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു ഷാപ്പിൽ പോവാം. ഇതിൻ്റെ ഇടയ്ക്കൊന്ന് ഞാൻ മുടി വെട്ടാൻ വന്നു കേട്ടോ. ഇപ്പോൾ ലുക്കായി. നമ്മൾ സെല്ല് ചെയ്തൊരു ബുക്കാട്ടോ. ഈ COD ഓർഡർ ആയതുകൊണ്ട് അത് തിരിച്ചു വന്നതാണെന്ന് തോന്നുന്നു. പിന്നെ കുളിച്ച് കുട്ടപ്പനായി എല്ലാവരും കൂട്ടി നമ്മൾ നേരെ പാറാമ്പറ്റൻ ഷാപ്പിലോട്ടാണ് പോകുന്നത്. ഇതാട്ടോ ഷാപ്പിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ഇന്നവിടെ എന്തൊക്കെയോ സ്പെഷ്യലുണ്ട്. ഇതൊക്കെ അവിടെ ഫാമിലിക്ക് ഇരിക്കാനുള്ള ഓരോ റൂമുകളുടെ പേരാട്ടോ. ഔട്ട്ഡോർ ഇരിക്കാനും സ്ഥലമുണ്ട്. ഇതൊരു പാറമടയ്ക്കുള്ളിലാട്ടോ ഷാപ്പ് ഇരിക്കുന്നത്. മീനൊക്കെ കിടക്കുന്നത് നോക്കി. അവിടെ ഒരു വാച്ച് ടവർ ഉണ്ട്. അബിക്കുട്ടൻ അതിൻ്റെ മണ്ടേ കയറിട്ടെടുത്തൊരു വീഡിയോ ആട്ടത്. ഇതാട്ടോ അവിടുത്തെ സുമേഷ് ചേട്ടൻ. എല്ലാത്തിനും ചാടി നിൽക്കും. എന്നാ പറഞ്ഞാലും പെട്ടെന്ന് അതുകൊണ്ട് തരുകയും ചെയ്യും. നല്ല അടിപൊളി സർവീസാണ് അതിന്. നമ്മൾ 2 മീൽസ്, പ്രോൺസ് റോസ്റ്റ്, കപ്പ, അപ്പം, കല്ലുമ്മക്കായ, പിന്നെ ഒരു കരിമീൻ പൊള്ളിച്ചതും കൂടെ ആയിട്ടാണ് മേടിച്ചത്. ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ നിന്ന് ഉറക്കം പിടിച്ചു.